ഇന്ന് ഒരു ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കിൽ ചപ്പാത്തിയിൽ റോൾ ചെയ്ത് കഴിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ ഇത് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 250 grams ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതാണെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ശകലം ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കും. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാൻ പോവാം. അതിനായിട്ട് ഞാനൊരു പാൻ അടപ്പേ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പം ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ അല്ലാതെ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതല്ല ഓയിൽ വേണ്ടെങ്കിൽ നമുക്ക് ബട്ടർ ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഇനി നിങ്ങൾ എല്ലോട് കൂടിയ ചിക്കനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ആ എല്ല് മാറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പം പിന്നെ ഈ വറക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണ്ട. ഇതിപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കോരി മാറ്റി വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ വറുത്ത അതേ പാനിൽ തന്നെ ഒരു ശകലം ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇത് ബട്ടർ ഒന്ന് ഉരുകി വരുമ്പം നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വെളുത്തുള്ളി ചതച്ചതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് നമ്മൾ വഴറ്റി കൊടുക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു മീഡിയം സൈസ് ക്യാരറ്റും ഒരു 4 മഷ്റൂമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഷ്റൂം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബട്ടൺ മഷ്റൂമാണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇത് ഒരുപാട് ഈ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് അങ്ങ് വെന്ത് പോവണ്ട. ഞാനൊരു ശകലം ഉപ്പൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവുകയൊന്നും ചെയ്യരുത്. ഇതിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 2 കളറുള്ള ക്യാപ്സിക്കം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്രീൻ ക്യാപ്സിക്കവും ഒരു യെല്ലോ ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ ക്യാപ്സിക്കം ഒന്നും അങ്ങ് വെന്ത് ഉടയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. വേണമെങ്കിൽ ബീൻസ് ചേർക്കാം, അതല്ലെങ്കിൽ കോളിഫ്ലവർ ആണെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് ചേർത്താൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ആവശ്യത്തിന് വെന്ത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് വറക്കണം എന്നില്ല, നമുക്ക് വേണമെങ്കിൽ ബോയിൽ ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ചതച്ച മുളകാണ്. ഒരു 3/4 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർക്കുന്നത്. ഇനി കൂടുതൽ എരി വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നു ഒത്തിരി എരി ചേർക്കാത്തതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഇത് ഒരു 2 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ചതച്ച മുളക് ഇട്ട സമയത്ത് നമുക്ക് കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 3/4 ടീസ്പൂണോ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട്. അപ്പം അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഈ ചിക്കന് പകരം വേണമെങ്കിൽ നമുക്ക് പ്രോൺസ് ഉപയോഗിക്കാം. അങ്ങനെ പിന്നെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ വിത്ത് വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഡയറ്റ് ഒക്കെ നോക്കുന്നവർക്കും നല്ലതാണ് കേട്ടോ. പ്രോട്ടീനായിട്ട് ചിക്കനും പിന്നെ കുറേ വെജിറ്റബിൾസും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് നല്ലതാണ്. ഇതിപ്പോൾ രാത്രി പെട്ടെന്നൊരു ഡിന്നറിനാണെങ്കിലും അതല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം സാൻഡ്വിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചപ്പാത്തിയിൽ റോൾ ചെയ്ത് കൊടുക്കാനാണെങ്കിലും ഈ ഫില്ലിംഗ് ഉപയോഗിക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്